പുണ്യങ്ങളേറെ നിറഞ്ഞ റജബ് മാസത്തിൻ്റെ ഈ ഒരു ദിവസം തൊട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നിത്യമാക്കാൻ പറ്റുന്ന, അതായത് ഈ ഒരു റജബ് മാസത്തിലെന്നല്ല ഏത് മാസത്തിലും ഏത് ദിവസത്തിലും നമുക്ക് പറഞ്ഞാൽ ഒരുപാട് പുണ്യങ്ങൾ കിട്ടുന്നു. ഏകദേശം 20-ലധികം നേട്ടങ്ങളാണ് മഹത്തുക്കൾ നമ്മൾ ഇനി പറയാൻ പോകുന്ന, പഠിക്കാൻ പോകുന്ന ഈ കാര്യത്തിന് നമുക്ക് പ്രതിഫലമായി പറഞ്ഞു തരുന്നത്. വേറൊന്നുമല്ല, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അയ്യേ ഉസ്താദ്, ഇത് ഞങ്ങൾക്കറിയാം, ആയിക്കോട്ടെ, പക്ഷെ അറിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അറിയാവുന്നവരെ നിങ്ങളും ഒന്ന് പഠിച്ചിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അറിയുന്നവർക്കും അറിയാത്തവർക്കും എല്ലാവർക്കും ഗുണപ്രദമാകുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറുകളുടെ നേതാവ്. ഒരാൾ ഈ ഇസ്തിഗ്ഫാർ രാവിലെ പറഞ്ഞാൽ അവനിക്ക് അല്ലാഹു തആല സ്വർഗം കൊടുക്കും. രാവിലെ പറഞ്ഞാൽ സ്വർഗം കൊടുക്കും. എങ്ങനെ സ്വർഗം കൊടുക്കും? ഇൻഷാ അല്ലാഹ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. മാത്രമല്ല, സയ്യിദുൽ ഇസ്തിഗ്ഫാർ അതെങ്ങനെയാണ് നമ്മൾ ഓതേണ്ടത്, അതെപ്പോഴാണ് പറയേണ്ടത്, മാത്രമല്ല അതിൻ്റെ അർത്ഥം എന്താണ്, അത് പറഞ്ഞാൽ കിട്ടുന്ന മഹത്വങ്ങൾ എന്തൊക്കെയാണ്, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അവസാനം വരെ കാണാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും വിട്ടുപോകരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ മുറുകെ പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ റബ്ബ് തആല നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളൊക്കെ സഫലീകരിച്ച് തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ വേദനകൾ പറഞ്ഞ്, വിഷമങ്ങൾ പറഞ്ഞ്, സങ്കടങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവരുടെയും നമ്മുടെയും എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റി നമുക്കെല്ലാവർക്കും ഇരുലോകത്തും അല്ലാഹു വിജയം പ്രദാനിക്കുമാറാവട്ടെ. പരിപാവനമായ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിപാവനമായ പരിശുദ്ധമായ റജബ് മാസം, ആ റജബ് മാസത്തിൻ്റെ സുന്ദരമായ ദിനത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദുആ 3 വട്ടം ഒന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. 3 വട്ടം ഒന്ന് പറഞ്ഞാലോ, റജബിൻ്റെ ബറക്കത്തിന് ചോദിക്കുന്ന ദുആ പറഞ്ഞോ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. അല്ലാഹുവേ, റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, റമളാനിലേക്ക് എത്തിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ഇസ്തിഗ്ഫാർ പറയാറുണ്ട് അല്ലേ? ജീവിതത്തിൽ ഒരുപാട് ഇസ്തിഗ്ഫാർ പറയാറുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ്, അതാണ് ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാള അർത്ഥം പാപമോചനം. നമ്മളൊക്കെ തെറ്റുകൾ ചെയ്തു പോവാറുണ്ട്, അബദ്ധങ്ങൾ പറ്റിപ്പോവാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുക, ഇസ്തിഗ്ഫാർ പറയുക. ഇസ്തിഗ്ഫാർ ഒരുപാട് തരത്തിലുണ്ട്. അത് ദുആഇന്റെ രൂപത്തിലുണ്ട്. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇതൊരു തൗബയുടെ വചനമാണ്, അതൊരു ഇസ്തിഗ്ഫാറിന്റെ വചനമാണ്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഇതും ഒരു തൗബയുടെ വചനമാണ്, ഇസ്തിഗ്ഫാറിന്റെ വചനമാണ്. അതുപോലെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറ, അതും ഒരു ഇസ്തിഗ്ഫാറിന്റെ വചനമാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം, ഇതുമൊക്കെ ഒരു ഇസ്തിഗ്ഫാറാണ്. അപ്പോൾ ഇസ്തിഗ്ഫാർ, തൗബയുടെ വചനങ്ങളൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഇതൊക്കെ ഒരുപാട് ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ നമ്മുടെ മുൻഗാമികൾ അവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇസ്തിഗ്ഫാറുകളിൽ പെട്ടതാണ് ഈ പറഞ്ഞതൊക്കെ. ഇനി നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കാൻ ഇസ്തിഗ്ഫാർ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു തരുമെന്നാണ്. അതുപോലെ നമ്മൾ വുദു എടുക്കുന്ന സമയത്ത് നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്നാണ്. പിന്നെയോ സ്വതക്ക കൊടുക്കുന്ന സമയത്ത്, നോമ്പ് പിടിക്കുന്ന സമയത്ത്, ഹജ്ജ് ചെയ്യുമ്പോൾ, ഉംറ ചെയ്യുമ്പോൾ, അതുപോലെ വിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ, അങ്ങനെ എന്തെല്ലാം നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ ആ സൽക്കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഗുണം നമ്മുടെ പാപങ്ങൾ, തെറ്റുകൾ അല്ലാഹു പുറത്തു തരും എന്നുള്ളതാണ്. അല്ലാഹു തആല നമ്മുടെ ഇബാദത്തുകളെല്ലാം സ്വീകരിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം റബ്ബ് തആല പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പക്ഷേ
ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ എന്തു പറയണം? ഇസ്തിഗ്ഫാർ പറയണമെന്നാണ്. നാവ് കൊണ്ട് നമ്മൾ ഇസ്തിഗ്ഫാറിൻ്റെ വചനം പറയണം. കാരണം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം 100 വട്ടം അല്ല 70 വട്ടം, രണ്ട് അഭിപ്രായമുണ്ട്, നബി തങ്ങൾ പറയുമായിരുന്നു അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇസ്തിഗ്ഫാർ നബി തങ്ങൾ പറയുമായിരുന്നു. നബി തങ്ങൾ ഇസ്തിഗ്ഫാർ പറയുമായിരുന്നു. കാരണം നബിക്ക് ഒരു തെറ്റുമില്ല. ഇനി തെറ്റുണ്ടായാൽ അല്ലെങ്കിൽ അബദ്ധം എന്തെങ്കിലും ഉണ്ടായാൽ അങ്ങനെ പറയാൻ പോലും പാടില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പിഴവുകളും അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുകയാണ്. പിഴവുകളില്ല, അത് അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുകയാണ്. അപ്പം നബിതങ്ങൾ പോലും, ഒരു തെറ്റും ചെയ്യാത്ത നബിതങ്ങൾ പോലും എന്ത് ചെയ്യുന്നു? ഇസ്തിഗ്ഫാർ പറയുന്നെങ്കിൽ പാവപ്പെട്ട ഞാനും നിങ്ങളൊക്കെ എത്രയോ ഇസ്തിഗ്ഫാർ പറയണം, എത്രയോ ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിക്കണം. ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഒരുപാട് നേട്ടമുണ്ട്. നമ്മൾ വെറുതെ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്ന നേട്ടം, ഒന്നാമത്തെ നേട്ടം എന്ന് പറഞ്ഞാൽ പൊതുവായ ശിക്ഷകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന്. പൊതുവായ എന്തെങ്കിലും ശിക്ഷ, ഇപ്പോൾ പകർച്ചവ്യാധി വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തങ്ങൾ വരാം, അപ്പോൾ പൊതുവായിട്ടുള്ള ശിക്ഷകളിൽ നിന്നും നമ്മളെ അല്ലാഹു തആല മാറ്റി തരുമെന്നാണ് ആ ഒരു ഗുണം. പിന്നെയോ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അല്ലാഹു തആല നിറവേറ്റി തരുമെന്നാണ്. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ വീട് കിട്ടാത്തവരുണ്ട്, നല്ല ജോലി കിട്ടാത്തവരുണ്ട്, അതുപോലെ വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട്. ഇങ്ങനെ പ്രയാസപ്പെടുന്ന, സങ്കടപ്പെടുന്ന എല്ലാവർക്കും ഏറ്റവും വലിയ മരുന്ന് എന്താണ്? ഇസ്തിഗ്ഫാറാണ്. അത് മറന്നു പോകരുത് കേട്ടോ, ഇസ്തിഗ്ഫാറാണ്. അങ്ങനെ ഒരുപാടുണ്ട് ഇസ്തിഗ്ഫാറിൻ്റെ നേട്ടം. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ ഇസ്തിഗ്ഫാറുകളുടെ നേതാവ്. ഇസ്തിഗ്ഫാർ നമ്മളിപ്പോൾ ഒരുപാട് പറഞ്ഞല്ലോ. ആ ഇസ്തിഗ്ഫാറുകളുടെ നേതാവ് അതാരാണ്? സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാറുകളുടെ നേതാവ്, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും പലരും ചോദിച്ചു, ഉസ്താദെ സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ പറ്റിയുള്ള വീഡിയോ ഒന്നുകൂടി ഉസ്താദ് പറയുമോ എന്ന് പലരും ചോദിച്ചിരുന്നു. അത്രമാത്രം എത്ര പറഞ്ഞാലും അതിൻ്റെ പോരിശ തീരൂല്ലെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സയ്യിദുൽ ഇസ്തിഗ്ഫാർ അത് ഒരു മനുഷ്യൻ രാത്രി അവൻ ഉറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞാൽ അവൻ രാവിലെ എഴുന്നേൽക്കുന്ന സമയം വരെ അല്ലാഹു തആല അവനക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കും, ഒരുപാട് നിഅമത്തുകൾ കൊടുക്കും. അല്ലാഹു തആല അവനക്ക് കാവൽ കൊടുക്കും. മാത്രമല്ല, ഇനി ആ സമയത്തെങ്ങാനും അവൻ മരണപ്പെട്ടു പോയാൽ അവൻ ഉറപ്പാണ് സ്വർഗത്തിലാണ്. ഇനി ഒരാൾ സുബഹി നമസ്കാരം കഴിഞ്ഞു പറഞ്ഞാൽ മഗ്രിബിൻ്റെ സമയം, അതായത് വൈകുന്നേര സമയം വരെ അള്ളാഹുവിൻ്റെ കാവലിലായിരിക്കും. അള്ളാഹു തആല ഒരുപാട് കരുണ ചെയ്യും. ഇനി ആ സമയത്തെങ്ങാനും അവൻ മരണപ്പെട്ടു പോയാൽ അവനിക്ക് സ്വർഗം ഉറപ്പാണ്. ഒരുപാടുണ്ട്, എത്ര പറഞ്ഞാലും തീരില്ല, എത്ര പറഞ്ഞാലും തീരില്ല. വമൻ ഖാലഹാ മിനൻ നഹാരി മൂഖിനം ബിഹാ, പകലിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി പറഞ്ഞാൽ ഫമാത ഫി യൗമിഹി, അന്നവൻ മരിച്ചാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗത്തിൽപ്പെട്ടവനാണ്. അപ്പോൾ രാത്രിയിലും പകലിലും എല്ലാ സമയത്തും നമുക്ക് പറയാൻ പറ്റിയ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇൻഷാ അല്ലാഹ് ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അത് നമുക്കൊന്ന് പറഞ്ഞാലോ? നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ? സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും. ഇന്ന് സുബഹി നമസ്കാരത്തിന് ശേഷം സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറഞ്ഞ എത്രയോ ഉമ്മമാരുണ്ടാകും, എത്രയോ ഉപ്പമാർ എൻ്റെ കൂട്ടത്തിലുണ്ടാകും. അല്ലാഹു തആല ഇത് നിത്യമായി പറയാനുള്ള തൗഫീക്ക് നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് പറഞ്ഞാലോ? എന്താണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ? اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. വളരെ എളുപ്പമാണ്, 3-4 സെക്കൻഡ് മതി ഇത് പറയാം. എന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഞാൻ അർത്ഥം നോക്കിയാലോ? എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീയാണ് എൻ്റെ രക്ഷിതാവ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ആരാധനക്കർഹനുമില്ല അല്ലാ. ഖലഖ്തനി, പടച്ചവനെ നീയാണ് എന്നെ സൃഷ്ടിച്ചത്. വഅന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ് അല്ലാ. വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു, ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച്
നിന്നോടുള്ള കരാറും നിന്റെ വാഗ്ദാനമനുസരിച്ച് ഇതാ നിലകൊള്ളുകയാണ് അല്ലാ. അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, രക്ഷ തേടുന്നു. മിൻ ശർരി മാ സ്വനഅതു, ഞാൻ ചെയ്ത ദോഷങ്ങൾ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ആ ദോഷങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. അബൂഉ ലക ബി നിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അല്ലാഹുവേ ഒരുപാടാണ് റബ്ബേ. വ അബൂഉ ബിദംബി, എൻ്റെ പാപങ്ങൾ ഞാൻ നിന്നോട് സമ്മതിക്കുന്നു, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഫഗ്ഫിർലി, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. ഫഇന്നഹു ലാ യഗ്ഫിറുദ്ദുനൂബ, റബ്ബേ നീ എൻ്റെ പാപങ്ങൾ പുറത്തു തന്നില്ല എങ്കിൽ ഇല്ലാ അന്ത, നീയല്ലാതെ മറ്റാരും എനിക്ക് പാപങ്ങൾ പുറത്തു തരാനില്ല അല്ലാ. ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. നമുക്കൊന്നുകൂടി പറഞ്ഞാലോ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു അബൂഉ ലക ബി നിഅമതിക അലയ്യ വ അബൂഉ ലക ബി ദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറുദ്ദുനൂബ ഇല്ലാ അൻത. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞത് എന്താണ്? സയ്യിദുൽ ഇസ്തിഗ്ഫാർ. എന്താ നേട്ടം ഇത് പറഞ്ഞാൽ? എന്താ നേട്ടം? അള്ളാഹു സ്വർഗത്തിൽ കടത്തു, ഉറപ്പാണ്. പിന്നെയോ മാനസികമായ ശാരീരികമായ ശക്തി നമുക്കുണ്ടാകുമെന്നാണ്, ഒരു ക്ഷയം ഉണ്ടാവില്ല. പിന്നെയോ മഴയില്ലാത്ത നാട്ടിൽ ഒരാൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറഞ്ഞ് ദുആരെന്നാൽ അള്ളാഹു അവർക്ക് മഴ കൊടുക്കും. മക്കളില്ലാതെ വിഷമിക്കുന്നവരെ, ഖൈറായ വിവാഹബന്ധം എത്താതെ സങ്കടപ്പെടുന്നവരെ, നല്ലൊരു ജോലി കിട്ടാൻ വിഷമിക്കുന്നവരെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ മുറുകെ പിടിച്ചിട്ട് നിങ്ങൾ ദുആരക്കിൻ, ഇൻഷാ അല്ലാഹ് അള്ളാഹു നിങ്ങൾക്ക് ഖൈർ തരും. പിന്നെയോ നമുക്ക് അള്ളാഹു ഒരുപാട് നിഅമത്ത് തന്നിട്ടുണ്ടല്ലോ. നമ്മുടെ ആരോഗ്യം, നമ്മുടെ മക്കൾ, നമ്മുടെ വീട്, നമ്മുടെ കച്ചവട സ്ഥാപനം, നമ്മുടെ വാഹനം, ഇതെല്ലാം അള്ളാഹു തന്നിട്ടുള്ള നിഅമത്താൻ. ഈ നിഅമത്തുകളൊന്നും നഷ്ടപ്പെട്ടു പോവാതെ നിലനിൽക്കണം. അതിനും നമ്മൾ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണമെന്നാണ്. പിന്നെയോ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലാവാൻ, അതുപോലെ പ്രയാസങ്ങൾ, ക്ലേശങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, ടെൻഷനുകൾ മാറാൻ, നമ്മുടെ ഉപജീവനം, നമ്മുടെ കച്ചവടം, ജോലി, അതിലൊക്കെ വലിയ ഖൈർ ബറക്കത്തുണ്ടാവാൻ, നമ്മൾ ചെയ്തു പോയ മുഴുവൻ തെറ്റുകളും അല്ലാഹു തആല പുറത്തു തരാൻ, മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് നല്ലൊരു ഉത്സാഹം, ഉഷാറുണ്ടാവാൻ, മാത്രമല്ല നമ്മുടെയും പടച്ചവൻ്റെയും ഇടയിലുള്ള ആ ഒരു അകൽച്ചയ്ക്കൊന്ന് മാറി അള്ളാഹിനോട് നമുക്ക് കൂടുതലൊന്ന് അടുക്കാൻ, മാത്രമല്ല ദുന്യാവ് നിസ്സാരമായി തോന്നും, ആഖിറം നമുക്ക് ഒരുപാട് ഇഷ്ടത്തോടെ നമുക്ക് തോന്നാനും, അതുപോലെ ശൈത്താന്റെ കെണിവലകളിൽ നിന്നുള്ള രക്ഷ കിട്ടാനും, കണ്ണേർ, കരുനാക്ക്, കൊതി, അസൂയ അതിനെ തൊട്ടുള്ള കാവൽ കിട്ടാനും, ഈമാനോടുകൂടി മരിക്കാനും, അള്ളാഹുവിനോട് സ്നേഹം നമുക്കുണ്ടാവാനും, തിരിച്ച് അള്ളാഹ്ക്ക് നമ്മളോട് സ്നേഹമുണ്ടാവാനും, മരണസമയത്ത് മലക്കുൽ മൗത്ത് വന്നിട്ട് നമുക്ക് സന്തോഷ വാർത്ത പറയാനും, മഹ്ശറയിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്താണ് അള്ളാഹിൻ്റെ ആളുകൾ, അഹ്ലുല്ല എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്, അള്ളാഹിൻ്റെ ആളുകൾ, ആ ഗണത്തിൽപ്പെടാനും, അതുപോലെ തന്നെ പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിൽ കടക്കാനും, സിറാത്തുപാലം വേഗത്തിൽ കടക്കാനും, അമലുകൾ തൂക്കുന്ന മീസാൻ എന്ന തുലാസിൽ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് തൂങ്ങാനും, അതുപോലെ തന്നെ ഹൃദയം നമുക്ക് ശുദ്ധീകരിച്ച് കിട്ടാനും, നരകശിക്ഷയിൽ നിന്നുള്ള കാവൽ കിട്ടാനും, അതുപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ, ദുന്യവിയും ഉഖറവിയുമായ നേട്ടങ്ങൾ നമുക്ക് നേടിത്തരുന്ന പുണ്യമായ ഒരു അമലാണ്. അതായത് 20ലധികം പ്രതിഫലങ്ങൾ നമുക്ക് വാരിക്കോരി കിട്ടുന്ന, വമ്പിച്ച പ്രതിഫലം കിട്ടുന്ന ഒരു അമലാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അപ്പോൾ മറക്കുമോ? സയ്യിദുൽ ഇസ്തിഗ്ഫാർ മറന്നു പോവോ? മറക്കാൻ പാടില്ല. ഒരുപാട് നേട്ടങ്ങളാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാറിനുള്ളത്. ഒരു 3 വട്ടം നമുക്ക് സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം. അല്ലാഹു തആല സയ്യിദുൽ ഇസ്തിഗ്ഫാറിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരുമാറാവട്ടെ. ഇത് നിത്യമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരുപാട് വട്ടം പറയാനും, അതുപോലെ തന്നെ ഇത് പറയുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങൾ, പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടാനുണ്ടോ അത് മുഴുവനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു 3 വട്ടം നമുക്ക് സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറയാം. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു
അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറുദ് ദുനൂബ ഇല്ലാ അൻത അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت അൽഹംദുലില്ലാ, നമ്മൾ പറഞ്ഞിട്ടുള്ള സയ്യിദുൽ ഇസ്തിഗ്ഫാർ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളോട് ഇത് പറയണം. കാരണം അവർക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നവരാണ്. അപ്പോൾ പഠനത്തിൽ മികവുണ്ടാവാനും അവർ പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിൽക്കാനും ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അവർക്ക് ഗുണപ്രദമാണ്. അള്ളാഹു തആല ഈ ഇസ്തിഗ്ഫാർ നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ഉസ്താദെ പ്രത്യേകം ദുആരക്കണം, അങ്ങനെ വിഷമം, ഇങ്ങനെ സങ്കടമുണ്ട്, അങ്ങനെ പ്രശ്നമുണ്ട്, അങ്ങനെ പ്രയാസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് ആരൊക്കെ ദുആ ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അല്ലാഹു അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാവട്ടെ. വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും അല്ലാഹു തആല ദൂരീകരിച്ച് തരുമാറാവട്ടെ. ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാറിൻ്റെ ബറക്കത്ത് കൊണ്ട്, റജബ് മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും സങ്കടങ്ങളും ദുഃഖങ്ങളും മാറ്റി എല്ലാവിധ ഖൈറും ബറക്കത്തും റാഹത്തും നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.